നമ്മൾ ഇതുവരെ ഉപയോഗിച്ച എല്ലാ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിലകളും ഒരു പ്രത്യേക അവസ്ഥയിലേതായിരുന്നു. സ്റ്റാൻഡേർഡ് അവസ്ഥ, അതായത് ഓരോ സൊല്യൂഷന്റെയും കൺസെൻട്രേഷൻ കൃത്യം 1 മോളാർ. പക്ഷേ ഒരു യഥാർത്ഥ സെല്ലിൽ കൺസെൻട്രേഷൻ എപ്പോഴും 1 മോളാർ ആയിരിക്കില്ല. അത് മാറുമ്പോൾ വോൾട്ടും മാറും. എത്രമാത്രം മാറും എന്ന് കൃത്യമായി പറയുന്നതാണ് നേൺസ്റ്റ് സമവാക്യം. ആദ്യം ഒരു ലളിതമായ ആശയം. ഡാനിയൽ സെല്ലിലെ റിയാക്ഷൻ കോപ്പർ 2+ അയോണുകൾ വേണം ഇലക്ട്രോൺ പിടിക്കാൻ. കോപ്പർ 2+ കൂടുതലുണ്ടെങ്കിൽ ഇലക്ട്രോൺ പിടിക്കൽ എളുപ്പമാകും, പുഷ് കൂടും, വോൾട്ട് കൂടും. നേരെ തിരിച്ച് കോപ്പർ 2+ കുറവാണെങ്കിൽ അല്ലെങ്കിൽ സിങ്ക് 2+ കൂടിക്കിടന്നാൽ പുഷ് കുറയും, വോൾട്ട് കുറയും. അതായത് വോൾട്ട് കൺസെൻട്രേഷനെ ആശ്രയിച്ചിരിക്കുന്നു. നേൺസ്റ്റ് ഇത് ഒരു സമവാക്യമായി എഴുതി. ഒരൊറ്റ ഇലക്ട്രോഡിൻ മെറ്റൽ അയോൺ ഇലക്ട്രോൺ വാങ്ങി മെറ്റൽ ആകുന്ന ഇടത്ത് യഥാർത്ഥ പൊട്ടൻഷ്യൽ ഇതാണ്. ന സമം ന ഡിഗ്രി മൈനസ് 7/9 ലോഗിന്റെ ഉള്ളിൽ 1 മെറ്റൽ അയോണിന്റെ കൺസെൻട്രേഷൻ. ഓരോ അക്ഷരവും നോക്കാം. ഇപ്പോഴത്തെ യഥാർത്ഥ പൊട്ടൻഷ്യൽ ന ഡിഗ്രി സ്റ്റാൻഡേർഡ് വില നമ്മൾ നേരത്തെ പഠിച്ചത്. ഗ്യാസ് കോൺസ്റ്റന്റ് ഒരു സ്ഥിരസംഖ്യ. ടെമ്പറേച്ചർ കെൽവിനിൽ. ഫാരഡേ കോൺസ്റ്റന്റ് കൈമാറുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. അവസാന ഭാഗം കൺസെൻട്രേഷൻ 1 മോളാർ അല്ലെങ്കിൽ ഉണ്ടാകുന്ന തിരുത്തൽ. ഒരു മുഴുവൻ സെല്ലിൻ കാഥോഡിന്റെ പൊട്ടൻഷ്യലിൽ നിന്ന് ആനോഡിന്റേത് കുറച്ചാൽ ഡാനിയൽ സെല്ലിന് ഇങ്ങനെ കിട്ടും. ന സെൽ സമം ന ഡിഗ്രി സെൽ മൈനസ് 8/2 ലോഗ് സിങ്ക് 2+ കോപ്പർ 2+. ഇനി 298 കെൽവിനിൽ എൻ്റെയും പൊൻ്റെയും വിലകളിട്ട് നാച്ചുറൽ ലോഗിനെ 10ന്റെ ലോഗ് ആക്കിയാൽ 8/2 എന്ന ഭാഗം ഭംഗിയുള്ള ഒരു സംഖ്യയായി ചുരുങ്ങും. 0.059. പ്രായോഗികമായി നമ്മൾ ഉപയോഗിക്കുന്ന രൂപം ഇതാണ്. ന സെൽ സമം ന ഡിഗ്രി സെൽ മൈനസ് 0.059 ലോഗ് സിങ്ക് 2+ കോപ്പർ 2+. ഉള്ളിലെ ഭാഗം നോക്കാം. സിങ്ക് 2+ മുകളിൽ, കോപ്പർ 2+ താഴെ. അതായത് ഉണ്ടാകുന്ന വസ്തു മുകളിൽ, ഉപയോഗിക്കുന്ന വസ്തു താഴെ. കോപ്പർ 2+ കൂടിയാൽ ഈ ഭിന്നസംഖ്യ ചെറുതാകും, കുറയ്ക്കുന്ന ഭാഗം കുറയും, ന സെൽ കൂടും. സിങ്ക് 2+ കൂടിയാൽ നേരെ തിരിച്ച് ന സെൽ കുറയും. ലോഗ് കണ്ട് പേടിക്കണ്ട. ലോഗ് എന്നത് ഒരു വലിയ ഭിന്നസംഖ്യയെ ചെറിയൊരു സംഖ്യയാക്കി മാറ്റുന്ന ഒരു കാൽക്കുലേറ്റർ ഫംഗ്ഷൻ മാത്രമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഭിന്നസംഖ്യ ഉള്ളിലിട്ട് ലോഗ് അമർത്തി 0.059 കൊണ്ട് ഗുണിച്ച് ആ ഡിഗ്രി സെല്ലിൽ നിന്ന് കുറയ്ക്കുക. ഏത് റിയാക്ഷനും ഇത് പൊതുവായി എഴുതാം. അവ പ്ലസ് ബി പ്ലസ് ഡി ആകുന്ന റിയാക്ഷൻ. ആ ഭിന്നസംഖ്യയ്ക്ക് ഒരു പേരുണ്ട്, റിയാക്ഷൻ കോഷ്യന്റ്. ഉണ്ടാകുന്ന വസ്തുക്കൾ മുകളിൽ, ഉപയോഗിക്കുന്നവ താഴെ, ഓരോന്നും അതിന്റെ എണ്ണത്തിന്റെ പവറിൽ. അപ്പോൾ നേൺസ്റ്റ് സമവാക്യം പൊതുവായി ഇങ്ങനെ. ന സെൽ സമം ന ഡിഗ്രി സെൽ മൈനസ് 0.059 ലോഗ് സ. ഒരേ ഒരു സമവാക്യം എല്ലാ സെല്ലിനും. ഒരു ഉദാഹരണം ചെയ്യാം. മഗ്നീഷ്യവും സിൽവറും ചേർന്ന സെൽ. റിയാക്ഷൻ മഗ്നീഷ്യം + 2 സിൽവർ + മഗ്നീഷ്യം 2+ + 2 സിൽവർ. സിൽവർ പ്ലസ് കൺസെൻട്രേഷൻ 0.0001 മോളാർ. മഗ്നീഷ്യം 2+ 0.13 മോളാർ. ന ഡിഗ്രി സെൽ 3.17 വോൾട്ട്. ഇവിടെ ന സമം 2 സമം മഗ്നീഷ്യം 2+ സിൽവർ പ്ലസിന്റെ സ്ക്വയർ, അതായത് 0.13/0.0001ന്റെ സ്ക്വയർ. നേൺസ്റ്റ് സമവാക്യത്തിലിടാം. ന സെൽ സമം 3.17 മൈനസ് 0.059/2 ലോഗ് ആ ഭിന്നസംഖ്യ. ആ ലോഗ് ഭാഗം കണക്കാക്കിയാൽ കുറയ്ക്കേണ്ട തിരുത്തൽ ഏകദേശം 0.21 വോൾട്ട്. അപ്പോൾ ന സെൽ സമം 3.17 മൈനസ് 0.21 സമം 2.96 വോൾട്ട്. ഇനി ഡാനിയൽ സെല്ലിന്റെ സർക്യൂട്ട് അടച്ച് അതിനെ പ്രവർത്തിക്കാൻ വിടാം. സമയം പോകുന്തോറും സിങ്ക് 2+ കൂടിക്കൊണ്ടിരിക്കും, കോപ്പർ 2+ കുറഞ്ഞുകൊണ്ടിരിക്കും. വോൾട്ട് മീറ്ററിലെ വായന പതുക്കെ താഴ്ന്നുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വോൾട്ട് 0 ആകും, കൺസെൻട്രേഷനുകൾ മാറാതെയാകും. ഇതാണ് ഇക്വിലിബ്രിയം. മുന്നോട്ടും പിന്നോട്ടും തുല്യമായി, നെറ്റ് മാറ്റമില്ല. സെൽ 0 എന്ന് നേൺസ്റ്റ് സമവാക്യത്തിലിട്ടാൽ 0 സമം ന ഡിഗ്രി സെൽ മൈനസ് 0.059 ലോഗ് യക്ക്. അതായത് ന ഡിഗ്രി സെൽ സമം 0.059 ലോഗ് യക്ക്. ഡാനിയൽ സെല്ലിൻ ന ഡിഗ്രി സെൽ 1.1 ന 2. അപ്പോൾ ലോഗ് യക്ക് സമം 1.1 ഗുണം 2/0.059 ഏകദേശം 37. അതായത് യക്ക് ഏകദേശം 2 ഗുണം 10ന്റെ 37 പവർ. വളരെ വലിയ സംഖ്യ. അതിനർത്ഥം ഈ റിയാക്ഷൻ ഏതാണ്ട് പൂർണ്ണമായും മുന്നോട്ട് നടക്കും. ഒന്ന് ഓർത്തു നോക്കാം. കൺസെൻട്രേഷൻ 1 മോളാർ അല്ലെങ്കിൽ വോൾട്ട് മാറും. അത് നേൺസ്റ്റ് സമവാക്യം തരും. ന സെൽ സമം ന ഡിഗ്രി സെൽ മൈനസ് 0.059 ലോഗ്സ്. വോൾട്ട് 0 ആകുമ്പോൾ അതേ സമവാക്യം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തരും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.